നമസ്കാരം. യു.എസ്. ഏർപ്പെടുത്തുന്ന പുതിയ H-1B ഫീസ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ അപേക്ഷകൾക്ക് $1,00,000 അതായത് 88 ലക്ഷം രൂപയുടെ ഫീസാണ് ട്രംപ് ഭരണകൂടം ചുമത്തിയത്. ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 9:31 മുതലാണ് ഫീസ് ഈടാക്കുക. നിലവിലെ H-1B വിസകൾക്ക് ഇത് ബാധകമല്ലെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. അതേസമയം പുതിയ ട്രംപ് നയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി യു.എസ്. ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തി. ട്രംപ് ഭരണകൂടവുമായി ചർച്ചകൾ നടത്തുന്നുവെന്നും ചേംബർ അറിയിക്കുകയും ചെയ്തു. അമേരിക്കൻ ജീവനക്കാരെക്കാൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ കഴിവുള്ള പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിൽ കമ്പനികൾ വളരെ വേഗം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് H-1B വിസക്കാർക്ക് $1,00,000 ഫീസ് ചുമത്താൻ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായക തീരുമാനമെടുത്തത്. ട്രംപിന്റെ ഏറ്റവും പുതിയ തീരുമാനം ടെക് മേഖലയിൽ കടുത്ത ഞെട്ടലുണ്ടാക്കി. ഫീസ് വർധന സൃഷ്ടിച്ച ആശങ്കയുടെ പശ്ചാത്തലത്തിൽ യു.എസിന് പുറത്തുള്ള ജീവനക്കാരോട് എത്രയും വേഗം മടങ്ങിവരാൻ വിവിധ IT കമ്പനികൾ ആവശ്യപ്പെട്ടതോടെ പ്രതിസന്ധിയിലായത് അവധിക്കാലം നാട്ടിൽ ചെലവഴിക്കാനെത്തിയ പ്രവാസികളാണ്. വേഗത്തിൽ അമേരിക്കയിലേക്ക് മടങ്ങിയെത്താൻ കമ്പനികൾ നിർദ്ദേശിച്ചതോടെ വിമാന ടിക്കറ്റുകൾക്കായി നെട്ടോട്ടത്തിലാണ് പ്രവാസികളും. ഈ അവസരം വേണ്ട വിധത്തിൽ മുതലാക്കുകയാണ് വിമാന കമ്പനികൾ. ഫീസ് വർധന സംബന്ധിച്ച വാർത്തയ്ക്ക് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് യു.എസിലേക്ക് നേരിട്ടുള്ള വിമാനത്തിന്റെ നിരക്കും കുതിച്ചുയർന്നു. ഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 37,000 രൂപയിൽ നിന്ന് 70,000 മുതൽ 80,000 രൂപ വരെയായി. പല പ്രവാസികളും അവധിക്കാല യാത്രകൾ റദ്ദാക്കി എങ്ങനെയും മടങ്ങാനുള്ള തീരുമാനത്തിലാണ്. ഫീസ് വർധന ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ്. അവധിക്കാല യാത്രകളും ചടങ്ങുകളും ഒഴിവാക്കി ജീവനക്കാർ യു.എസിലേക്ക് മടങ്ങാൻ തിരക്കുകൂട്ടുന്നു. ഒപ്പം ദുർഗാപൂജയ്ക്കായും മറ്റും ഇന്ത്യയിലേക്ക് മടങ്ങാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന പലരും യാത്ര റദ്ദാക്കി. മടക്കയാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തവർ പരിഭ്രാന്തരായി ട്രാവൽ ഏജൻസികളിലെത്തി. പെട്ടെന്നുള്ള പ്രഖ്യാപനത്തിന്റെ ഞെട്ടലിലായിരുന്നു പലരുമെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് പിന്നാലെ യു.എസിലെ വിമാനത്താവളങ്ങൾ സാക്ഷ്യം വഹിച്ചത് ഇന്ത്യക്കാരായ യാത്രക്കാരുടെ ആശങ്കകൾക്കാണ്. ദുർഗാപൂജ കണക്കാക്കിയും മറ്റും നാട്ടിലേക്ക് പോകാൻ വിമാനത്താവളങ്ങളിലെത്തിയ പല ഇന്ത്യക്കാരും യാത്ര റദ്ദാക്കിയെന്ന് ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യക്കാരായ യാത്രക്കാർ തിരിച്ചിറങ്ങണമെന്ന് നിർബന്ധം പിടിച്ചതിന് പിന്നാലെ സാൻ ഫ്രാൻസിസ്കോ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാനൊരുങ്ങിയ എമിറേറ്റ്സിന്റെ വിമാനം മണിക്കൂറുകളോളമാണ് താമസിച്ചത്. ദുബായിലും മറ്റ് ചില ട്രാൻസിറ്റ് വിമാനത്താവളങ്ങളിലും ഇന്ത്യക്കാരായ യാത്രക്കാർ ആശങ്കപ്പെട്ട് യാത്ര ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് യു.എസിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്.